സർ, ഈ ഹേമ കമ്മിറ്റി കേവലം ഒരു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു കമ്മിറ്റി എന്നുള്ള നിലയിൽ അതിനുപരിയായി കേരള സമൂഹത്തിൽ വരുന്ന ആളുകളിൽ പിന്നെ പല മേഖലകളിൽ വലിയ പ്രസക്തി ഈ കമ്മിറ്റിക്കുണ്ട്. ഏതൊക്കെ തരത്തിലാകും ഭാവി ഈ കമ്മിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി വ്യാഖ്യാനിക്കപ്പെടുക? എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു സംസ്ഥാന സർക്കാർ ഒരു കമ്മിറ്റി വയ്ക്കുന്നത്. അത്തരത്തിൽ തീർച്ചയായിട്ടും അത് സ്വാഗതാർഹം തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, താരാനിബിഡമായ കേരളത്തിൻ്റെ ചലച്ചിത്ര ലോകത്തെ മറച്ചുകൊണ്ടൊരു കാർമേഘത്തുണ്ട് പോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ പേരിലാണ് വലിയ വിവാദങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ശരി, ഒരു നല്ല കമ്മിറ്റിയെ വനിതാ മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ, സിനിമാ മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ച തീരുമാനം തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അംഗങ്ങളെക്കുറിച്ച്, അംഗങ്ങളുടെ ചില കമ്മിറ്റികളിൽ ചില അംഗങ്ങൾ വരുമ്പോൾ ആ കമ്മിറ്റിക്ക് കൂടുതൽ അത് പ്രസക്തമാകും. ഇപ്പം ഇതിലെ 3 അംഗങ്ങൾ, അവരുടെ മുൻകാല ചെയ്തികൾ, എന്തുകൊണ്ട് ആ അംഗങ്ങൾ ഇതിനകത്ത് അവരുടെ പ്രസക്തി ഏറുന്നു? എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണത്തിൽ ഈ മേഖലയെക്കുറിച്ച് പഠിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യരായ 3 വനിതകളെയാണ് ഗവൺമെൻറ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ പ്രധാനമായിട്ടും ജസ്റ്റിസ് ഹേമയാണ്. ജസ്റ്റിസ് ഹേമ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ജസ്റ്റിസാണ്. കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. എൻ്റെ ഓർമ്മയിൽ അഭയ കേസ് വന്ന ബെഞ്ചിൽ, ഹേമയുടെ ബെഞ്ചിലായിരുന്നു അഭയ കേസ്. ആ കേസ് വന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിവാദങ്ങളുണ്ടായി. അന്ന് CBIയുടെ ഓഫീസർ അദ്ദേഹം ഈ ബെഞ്ച് മാറണം, ജസ്റ്റിസ് ഹേമയുടെ ബെഞ്ചിൽ നിന്ന് കേസ് മാറ്റണം എന്ന് പറഞ്ഞൊരു, അന്ന് ആ കാലഘട്ടത്തിൽ അത് വലിയൊരു വിവാദമായിരുന്നു. എന്തായാലും ശരി, അഭയ കേസിലെ അവിഹിതമായി ഇടപെട്ട ചില ന്യായാധിപന്മാരെ കുറിച്ച് പിന്നീട് ഒരുപാട് പിന്നാമ്പുറ കഥകൾ വന്നു. അത് ഇടപെട്ട ആളുകൾക്ക് പിന്നെ ലോകായുക്ത അടക്കമുള്ള മേഖലകളിലെ നിയമനം കിട്ടി. അതൊക്കെ അന്ന് ജുഡീഷ്യറിക്ക് ഒരുപാട് ചീത്തപ്പേര് കേൾപ്പിച്ച ഒരു സംഭവമായിരുന്നു. എങ്കിൽ ശരി, ഇത്തരം ഒരു വിവാദം ഒഴിച്ചു നിർത്തിയാൽ ജസ്റ്റിസ് ഹേമയെക്കുറിച്ച് നല്ല ട്രാക്ക് റെക്കോർഡുള്ള, അതൊരു വിവാദം മാത്രമാണ്. ഞാൻ ട്രാക്ക് റെക്കോർഡിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ല ജഡ്ജ് എന്നുള്ള നിലയിൽ പേര് കേട്ട ആളാണ് ജസ്റ്റിസ് ഹേമ. രണ്ടാമത് വന്നത് ശാരദയാണ്. നമുക്ക് ശാരദയെ ഏത് മലയാളിക്ക് അറിയാൻ പാടില്ല. അവിസ്മരണീയമായ ഒരുപാട് കഥാപാത്രങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച അനുഗ്രഹീതയായ നടിയാണ് ശാരദ. അവർ പിന്നീട് MP MLA എന്ന നിലയിലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന ഈ രംഗത്ത്, അതായത് സിനിമാ രംഗത്ത് ആഠ്യത്വവും കുലീനത്വവും ഒക്കെയുള്ള നന്നായിട്ട് മലയാളം അറിയാവുന്ന ആളാണ് ശാരദ. ആ സിനിമാ മേഖലയിൽ നിന്ന് ഒരുപക്ഷെ എടുക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യയായ നടി ശാരദ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മൂന്നാമത്തെ അംഗം KB വത്സലകുമാരിയാണ്. വളരെ കഴിവുള്ള ഒരു IAS ഓഫീസർ ആയിരുന്നു KB വത്സലകുമാരി. ഇപ്പോൾ റിട്ടയർ ചെയ്തു, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു. പക്ഷേ അർഹിക്കുന്ന അംഗീകാരം KB വത്സലകുമാരിക്ക് കേരള സമൂഹത്തിൽ കിട്ടിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവരെ പത്തനംതിട്ട ജില്ലാ കളക്ടറായിരിക്കും. ഞാനന്ന് പത്തനംതിട്ടയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആധികാരികമായിട്ട് പറയുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി അവരൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നു, ഒരു പദ്ധതി കൊണ്ടുവന്നു. സുബല എന്നായിരുന്നു ആ പദ്ധതിയുടെ പേര്. നമ്മുടെ ഇന്നത്തെ കുടുംബശ്രീക്ക് മുമ്പാണ് ഈ സുബല പദ്ധതി അവിടെ വരുന്നത്. നല്ല കുത്തരി വീടുകളിലെ കൊച്ചു കൊച്ചു യൂണിറ്റുകൾ പൊടിപ്പിച്ചെടുക്കുന്ന, പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ കൊച്ചു കൊച്ചു പാക്കറ്റുകളിലാക്കി സ്ത്രീകൾ ഇത് വിൽക്കുകയും അവരെ പിന്നെ പണം സമ്പാദിക്കുകയൊക്കെ ചെയ്തൊരു ഘട്ടമുണ്ടായിരുന്നു. അത് ഈ സുബല പദ്ധതി വലിയൊരു പ്രതീക്ഷ ഉണ്ടാക്കിയൊരു പദ്ധതിയാണ്, വത്സലകുമാരുടെ പദ്ധതിയായിരുന്നത്. പക്ഷേ അതിനെ അർഹിക്കുന്ന ഒരു പ്രാധാന്യം കൊടുക്കാനോ അതൊരു മോഡലാക്കി എടുത്ത് മറ്റ് ജില്ലകളിലേക്ക് കൊണ്ടുവരാനോ എന്തുകൊണ്ടോ ഗവൺമെൻറ് തയ്യാറായില്ല. അതിൽ ഏറ്റവും വലിയ രസകരമായ കാര്യം, പത്തനംതിട്ട ജില്ല വന്ന് മുനിസിപ്പാലിറ്റിയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവർ 4-5 ഏക്കർ സ്ഥലം അക്വയർ ചെയ്ത നിലമാണ്. അതൊക്കെ അക്വയർ ചെയ്ത് മണ്ണിട്ട് നികത്തിയിരുന്നൊരു നിലമാണ്. അവിടെ സുബല പാർക്ക് അവർ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ചില പ്രാഥമികമായ കാര്യങ്ങളും ചെയ്തു. പത്തനംതിട്ട പോലെ ഒരു മലയോര പ്രദേശത്ത്, ഇപ്പോൾ തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഉള്ള പോലെ പാർക്കോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഇല്ല. അത് വലിയൊരു പാർക്ക്. അപ്പോൾ കുടുംബമായിട്ട് ആളുകൾക്ക് വരാൻ, ഇരിക്കാൻ, സാധനങ്ങൾ വാങ്ങിക്കാൻ, ഓരോ സായാഹ്നങ്ങളും ഉല്ലാസഭരിതമാക്കാൻ പറ്റുന്ന ഒരു നല്ല പാർക്കാണ് KB വത്സലകുമാരി ഡിസൈൻ ചെയ്തത്.
പക്ഷേ വത്സലകുമാരി മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നാലെ വന്ന ഒരു പഞ്ചാബി കളക്ടറായിരുന്നു. അദ്ദേഹം ഗവേഷണം നടത്തിയത് വത്സലകുമാരി ചെയ്ത ഏതെല്ലാം നന്മകൾ എത്രയും വേഗം എങ്ങനെ നശിപ്പിച്ചു കളയാന്നുള്ളതായിരുന്നു. എന്തായാലും ഇത്രയും ഡിസ്ട്രക്റ്റീവായ ഒരു കളക്ടർ പത്തനംതിട്ടയുടെ നിർഭാഗ്യമായിരുന്നു ഈ വത്സലകുമാരിക്ക് ശേഷം വന്ന കളക്ടർ. മനുഷ്യന്റെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ചെയ്തത് ഈ സുബല പദ്ധതി പരിപൂർണമായിട്ട് തകർത്ത് കളഞ്ഞു. അപ്പൊ 2 IAS ഓഫീസർമാർ 2 കസേരയിൽ മാറിയിരുന്നപ്പോൾ ഉണ്ടായ വ്യത്യാസം ഞാൻ പറയുന്നത്. അപ്പൊ എന്തായാലും ശരി, വത്സലകുമാരി ആ കഴിവ് തെളിയിച്ചാണ്. അപ്പൊ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഗ്രാമതലത്തിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അറിയാം, ഉന്നതയായ ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ ഔദ്യോഗിക രംഗത്ത് നിൽക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അറിയാം. എന്തായാലും ശരി, ഈ ഹേമ കമ്മിറ്റി, ഈ 3 പേരടങ്ങുന്ന ഹേമ കമ്മിറ്റി ഏറ്റവും നല്ലൊരു കമ്മിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതൊക്കെ മേഖലകളിലാകും? ഇപ്പോൾ സിനിമാ മേഖലയിൽ മാത്രമല്ല, സിനിമാ മേഖലയെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ് റിപ്പോർട്ട് എങ്കിൽ പോലും സ്ത്രീകളുള്ള എല്ലാ തൊഴിലിടങ്ങളിലും ഒരുപക്ഷെ നാളെ സമയത്ത് ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. ഏതൊക്കെ മേഖലകളിലായിരിക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സ്വാധീനം നാളുകളിൽ ഉണ്ടാകാൻ പോകുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സ്വാധീനം നാളുകളിൽ ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ രംഗത്തായിരിക്കും. കാരണം ഏറ്റവും അധികം സ്ത്രീകൾ വിവേചനം അനുഭവിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് രാഷ്ട്രീയ മേഖലയാണ്. ഈ മെയിൽ ഡോമിനേറ്റഡ് ആണ് നമ്മുടെ ഈ രാഷ്ട്രീയം. ഇന്ദിരാഗാന്ധി വന്നു, ഓക്കെ, അത് ശരി. അല്ലെങ്കിൽ മമതാ ബാനർജി വന്നു, ഗൗരിയമ്മ ഉണ്ടായിരുന്നു, സുശീല ഗോപാലൻ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ വിരലിൽ എണ്ണാവുന്ന ചില വനിതാ നേതാക്കന്മാരെ അസാധാരണമായ ഇച്ഛാശക്തി കൊണ്ടും അവരെ നേടിയ നേട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കേരളത്തിലെ വനിതകളെല്ലാം നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. അർഹതയുള്ള അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഗൗരിയമ്മ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ എല്ലാ തരത്തിലും യോഗ്യയായി. ഒരു കാലത്ത് മുഴങ്ങിക്കട്ട മുദ്രാവാക്യം പറയുന്നില്ലെങ്കിൽ കൂടി. അതെ. പക്ഷെ അത് നിഷേധിക്കപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ പൊളിറ്റിക്കൽ പാർട്ടിയിൽ സ്ത്രീകൾക്ക് വളർന്നു വരാൻ ഈ സിനിമാ മേഖലയെ പോലെ തന്നെ വ്യത്യസ്തമായ വെല്ലുവിളികൾ ധാരാളമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ സിനിമാ മേഖലയിൽ ഉണ്ടായ ഈ പ്രശ്നം നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എല്ലാ മേഖലകളിലും സ്ത്രീ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നത് സത്യമാണ്. ഇപ്പൊ ഈ ഒരു തുറന്നു പറച്ചിൽ, യുവതലമുറയുടെ ഈ തുറന്നു പറച്ചിൽ, അത് തെറ്റുകളുണ്ടാകാം, ശരികളുണ്ടാകാം. അത് മറ്റു മേഖലകൾ, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല എടുത്താലും മാധ്യമ മേഖല എടുത്താലും രാഷ്ട്രീയ മേഖല എടുത്താലും അവിടങ്ങളിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്കും നാളെ ഇതൊരു പ്രേരക ശക്തിയായി മാറട്ടെ. അപ്പൊ വിദ്യാഭ്യാസ മേഖല എടുക്കാമെങ്കിൽ വിദ്യാഭ്യാസ മേഖല സ്ത്രീകളുടെ കുത്തകയായി. ഇപ്പൊ കോളേജിൽ ചെന്നാല് എല്ലാ കോളേജ് അധ്യാപകരിലും ഒരു 80% സ്ത്രീകളാണ്. സ്കൂളിലെ 80% സ്ത്രീകളാണ്. അപ്പൊ സ്ത്രീകളുടെ സാന്നിധ്യം കേരളത്തിലെ എല്ലാ മേഖലകളിലും വളരെ വർദ്ധിച്ചു വരിക തീർച്ചയായിട്ടും നല്ലതുമാണ്. അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലോ ഒന്നും, ആരോഗ്യരംഗത്തോ ഒന്നും സ്ത്രീക്ക് അങ്ങനെ വിവേചനം നേരിടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പ്രധാനമായിട്ട് ഇത്തരം വിവേചനം നേരിടുന്നതായിട്ട് എനിക്ക് തോന്നിയ ഒരു മേഖല ഒന്ന് സിനിമാ മേഖലയും ഒന്ന് രാഷ്ട്രീയ മേഖലയാണ്. കഴിവുള്ള സ്ത്രീകൾക്ക് വളർന്നു വരാനുള്ള ബുദ്ധിമുട്ടാണ് രാഷ്ട്രീയ മേഖലയിലുള്ളത്. സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന വിവേചനങ്ങൾ എന്താണെന്ന് നമ്മളിപ്പം ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഏറെക്കുറെ ഈ ഒട്ടും ചെറുതല്ല, ഒരു സ്ത്രീയെ അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തെ സ്പർശിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു തരത്തിൽ യോജിക്കാനാകില്ല. എന്നിരുന്നാൽ പോലും ഇത് ഏതാണ്ട് ഇതിന്റെ അത്തരം കാര്യങ്ങളിൽ മാത്രം ഈ റിപ്പോർട്ട് ചുരുങ്ങി പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണത്. കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്. അതിനകത്ത് ഒരുപാട് നല്ല നിർദ്ദേശങ്ങളാണ് പറയുന്നത്. നിർഭാഗ്യവശാൽ ആ നിർദ്ദേശങ്ങളോ പ്രശ്നങ്ങളോ ടേംസ് ഓഫ് റെഫറൻസ് പോലും കൃത്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമാണ്. ഇവിടെ ഒരുപാട് നല്ല പത്രക്കാരും ദൃശ്യ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരൊന്നും ഇതിനെക്കുറിച്ചൊരു ഗൗരവമായ ചർച്ച നടത്തിയില്ല. അപ്പൊ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെക്കുറിച്ച് പഠിക്കുക, അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുക, അതിന് പരിഹാരം നിർദ്ദേശിക്കുക, ലിംഗസമത്വം സ്ഥാപിക്കുക, വേതനം അടക്കമുള്ള കാര്യത്തിൽ ലിംഗസമത്വം സ്ഥാപിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നല്ല ടേംസ് ഓഫ് റെഫറൻസ് ആണ് പഠിക്കാൻ കൊടുത്തിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നല്ല വിശദമായ സമഗ്രമായ നിർദ്ദേശങ്ങളും ആ റിപ്പോർട്ടിലുണ്ട്. പക്ഷെ കാര്യമായ രീതിയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ഉയർന്നു വരുന്നതുമില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ഉയർന്നു വരുന്നില്ല. അപ്പൊ ശരിക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലം തൊടാതെ വെച്ചിരിക്കുകയായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ വലിയൊരു വിവാദമായി, ടെസ്റ്റ് മാച്ച് പോലെ ഇതിങ്ങനെ അങ്ങ് നീണ്ടു പോവുകയാണ്. പക്ഷെ മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്ന ഒരാളുണ്ട് ഇതിനകത്ത്. ആ മനുഷ്യനെ ആരും അനുസ്മരിക്കുന്നില്ല. അതായത് എനിക്ക് വളരെ നിർഭാഗ്യകരമായിട്ട് തോന്നുന്നത്, വിവരാവകാശ കമ്മീഷനായിട്ടിരിക്കുന്ന ഡോക്ടർ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ആളാണ്. ഏറ്റവും വലിയ കാര്യം, അബ്ദുൽ ഹക്കീമിന് മുമ്പ് മുഖ്യ വിവരാവകാശ കമ്മീഷനായിട്ടിരുന്ന ഒരാളുണ്ട്, വിൻസെന്റ് എം ഫോർഡ്.
വിൻസെന്റ് പോൾ അന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷനായിരുന്നു. അതെ. അദ്ദേഹത്തിന് മുന്നിൽ ഇത് വന്നാണ്. അദ്ദേഹം അത് പറഞ്ഞത് ഒരു കാരണവശാലും ഇതൊന്നും എടുക്കരുത്, ചർച്ച ചെയ്യരുത്, ഇത് ഏതെങ്കിലും ഒരു ഭൂഗർഭ അറയിൽ സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണെന്നാണ് വിൻസെന്റ് പോൾ പറഞ്ഞത്. ആ കസേരയിലേക്ക് ഡോക്ടർ അബ്ദുൽ ഹക്കീം വന്നപ്പോൾ അദ്ദേഹം ഇത് വിശദമായിട്ട് പഠിച്ചു. ഇത് പുറത്തുവിടണമെന്ന് പറഞ്ഞു. അത് ആ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി പുറത്തുവിടാൻ മടിച്ചു, വളരെ മടിച്ചു. വിവരാവകാശ കമ്മീഷൻ നിർബന്ധമായിട്ട് പറഞ്ഞു ഇത് പുറത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ, കമ്മീഷന് മുന്നിൽ ഇത് ഹാജരാക്കിയില്ലെങ്കിൽ സമൻസോ അറസ്റ്റ് വാറണ്ടോ അയക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഭയന്നാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പൊ ആലോചിച്ച് നോക്കണം, അബ്ദുൽ ഹക്കീം ഇവിടെ നിൽക്കുന്നു, വിൻസെന്റ് പോൾ ഇവിടെ നിൽക്കുന്നു. ഇത് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? ഇത് ഒരാളത് തമസ്കരിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥൻ കേരളത്തിലുള്ള ആളാണ്. ഇതിനെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്ന ഉദ്യോഗസ്ഥനും നമ്മുടെ നാട്ടിലുള്ള ആളാണ്. അപ്പം രണ്ടുപേരെ ഒരേ ത്രാസിൽ നമുക്ക് തൂക്കാൻ പറ്റൂ? കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യണ്ടേ? ഡോക്ടർ അബ്ദുൽ ഹക്കീമിനെ പോലുള്ള വിവരാവകാശ കമ്മീഷണർമാർ കൂടുതൽ വരണം. വിൻസെന്റ് പോളിനെ പോലുള്ള കമ്മീഷണർമാർ വരുന്നത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഗവൺമെന്റ് അങ്ങനെ ആളുകളെ ഒഴിവാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കസേര മാറി ഒരു ഓഫീസർ വന്നിരുന്നപ്പോൾ ഇത് വന്നു. വിൻസെന്റ് പോൾ ഡോക്ടർ അബ്ദുൽ ഹക്കീം എന്ന് പറഞ്ഞ ഒരു വിവരാവകാശ കമ്മീഷണർ ആ കസേരയിൽ വന്നില്ലായിരുന്നെങ്കിൽ അങ്ങ് സംശയിക്കേണ്ട, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു കാരണവശാലും വെളിച്ചം കാണാൻ പോകുന്നില്ല. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നതും അത് ചർച്ചയ്ക്ക് വഴിതെളിച്ചതും അത് വിവാദമായതിൻ്റെയും പിന്നിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും എങ്കിൽ, മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. അതിന് നല്ലതും ചീത്തയുമായ മാറ്റം ഉണ്ടാകും. ആ മാറ്റം ഉണ്ടാകുമെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് 100% പോകുന്നത് ഡോക്ടർ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന വിവരാവകാശ കമ്മീഷണർക്കുള്ളതാണ്. അത് അംഗീകരിക്കണം. നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന പോലും ഇല്ല എന്നുള്ളത് എനിക്ക് ദുഃഖകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു ചോദ്യം കൂടി. സധൈര്യം അദ്ദേഹം അതിന് തുനിഞ്ഞപ്പോൾ, ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ കേരള സമൂഹം, നമുക്ക് ഒരുപക്ഷെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, സിനിമയാണ് മേഖല, കുറച്ചൊക്കെ അടുത്ത് ഇടപഴകേണ്ടുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഇനി ഈ റിപ്പോർട്ടിന്മേൽ അദ്ദേഹം കാണിച്ച അതേ ധൈര്യം, ആ ഒരു ആർജവം, ഇത് നടപ്പാക്കാൻ, നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ, കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ, സ്ത്രീകൾക്ക് സുരക്ഷിതമായ താവളം ഒരുക്കാൻ, അവരുടെ സേവന വ്യവസ്ഥകൾക്ക് പുതിയ ചട്ടക്കൂടുകൾ ഒരുക്കാൻ, ഇതൊക്കെ അതിന് സർക്കാരിന് കഴിയുമോ? അല്ല, അത് സർക്കാരിന് കഴിയില്ല. ഒരു സർക്കാരിനും കഴിയില്ല. അത് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ സ്ത്രീ പുരുഷ സമത്വം, ലിംഗസമത്വം വേണമെന്നാണ് കമ്മീഷന്. അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. എന്താ ചെയ്യാൻ പറ്റുക? നല്ല കഴിവുള്ള സ്ത്രീകൾ ഇച്ഛാശക്തിയോട് കൂടുതൽ കടന്നു വരിക, വിവേചനം ചൂണ്ടിക്കാണിക്കുക, ഇത്തരം കുഴപ്പക്കാരായ ആളുകളെ സമൂഹത്തിൽ തുറന്നു കാണിച്ച് അവരെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. ഇതല്ലാതെ നമുക്കത് പറ്റില്ല. എപ്പോഴും ഈ സിനിമാ രംഗം മെയിൽ ഡോമിനേറ്റഡ് ആണ്. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ എല്ലാ സിനിമാ രംഗവും മെയിൽ ഡോമിനേറ്റഡ് ആണ്. ഹിന്ദി സിനിമയിലെ പ്രമുഖ നടന്മാരല്ലേ ഉള്ളൂ, അവരുടെ ലോകമല്ലേ തമിഴ് സിനിമ. MG രാമേന്ദ്രനെയും അല്ലെങ്കിൽ ശിവാജി ഗണേശന്, ജമിനി ഗണേശന്, പിന്നെ തെലുങ്കിലേക്ക് പോയാൽ എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന NT രാമറാവു, അതുപോലെയുള്ള ആളുകളാണ്. അപ്പോൾ മലയാളത്തിലെ ഒരു കാലഘട്ടത്തിലെ പ്രേം നസീർ, സത്യന്, മധു, അവരുടെ ഒരു കാലഘട്ടമാണ് കുറേ കാലം പോയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സുകുമാരൻ വന്നു, അതുപോലെ തന്നെ സോമൻ വന്നു, അങ്ങനെ പോയി. ഇപ്പോഴും മെയിൽ ഡോമിനേറ്റഡ് ആണ്. ഇപ്പം മമ്മൂട്ടി ആയാലും ശരി, മോഹൻലാൽ, അത് നമുക്കതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സിനിമാ രംഗം പൊതുവെ മെയിൽ ഡോമിനേറ്റഡ് ആണ്. അത് ഹോളിവുഡ് ആയാലും ശരി, ബോളിവുഡ് ആയാലും ശരി, അതെല്ലാം മെയിൽ ഡോമിനേറ്റഡ് ഒരു മേഖലയാണത്. ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നമുക്ക് കേരള സമൂഹത്തിന് മുന്നിൽ എത്തപ്പെട്ടിട്ടില്ല. എത്തിക്കഴിയുമ്പോഴേ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾക്ക് ഒഴിവാക്കലുള്ള ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു പഠനം മാത്രമാണ്, റിപ്പോർട്ട് മാത്രമാണ്, ഒഴിവാക്കലുള്ള ആവശ്യമുണ്ടോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുള്ള ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ഇനിയും ആ നിർദ്ദേശങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ. എങ്കിൽ പോലും ആ നിർദ്ദേശങ്ങളിൽ പലതും മറച്ച് പിടിക്കേണ്ടതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അത് 165-ാമത്തെ പാരഗ്രാഫ് തൊട്ട് 195-ാമത്തെ പാരഗ്രാഫ് വരെയാണെന്ന് തോന്നുന്നു. അത് ഒരു കോൺഫിഡൻഷ്യലായിട്ട് മാറ്റിവെക്കേണ്ട ഒരു വസ്തുത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് വലിയ പെൻഡഗൺ രഹസ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ ബഹിരാകാശ യാത്രയോ അല്ലെങ്കിൽ ക്രയോജനിക് എഞ്ചിനോ അതിന്റെ രഹസ്യം സൂക്ഷിക്കുന്ന പോലെ ഇതൊന്നും സൂക്ഷിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. ഒരു അഴിമതി നിരോധനവുമായി ബന്ധപ്പെട്ട അഴിമതി കേസ് വന്നാൽ ഏത് പ്രമുഖ നേതാവിന്റെ പേരിലാണെങ്കിൽ അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കേരളത്തിലെ സമൂഹത്തിന് ലഭ്യമാവില്ലേ? പിന്നെന്തിനാണ് ഈ പാരഗ്രാഫുകൾ ഒഴിവാക്കുന്നത്? അതിന്റെ പർപ്പസ് എന്താണ്? ആരെ സംരക്ഷിക്കാനാണ്? ഒരിക്കലും അതിനോട് യോജിക്കാൻ പറ്റില്ല.
എന്തായാലും വരുന്ന നാളുകളിൽ ഈ നിർദ്ദേശങ്ങൾ പുറത്തു വരട്ടെ, ഒഴിവാക്കപ്പെട്ട പാരഗ്രാഫുകൾ പുറത്തു വരട്ടെ, കൂടുതൽ ചർച്ച ചെയ്യപ്പെടട്ടെ. അതുവഴി ഈ സ്ത്രീ സുരക്ഷയും സമത്വവും ഒക്കെ നടപ്പാകട്ടെ.